അല്ല, ഇത് ബേസിക്കലി എന്താന്ന് വെച്ചാല് ഈ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ഈ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചാൽ കുഴപ്പമാണ്. അപ്പൊ ഞാൻ മാത്രമാണെങ്കിലും കുഴപ്പമാണ്, ലിസ്റ്റും മാത്രമാണെങ്കിലും കുഴപ്പമാണ്. ഇത് രണ്ടും ഒരുമിച്ചാകുമ്പോൾ കുഴപ്പമില്ല, ഒരു ബാലൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നടനാണ്, ഞാൻ ഒരു ഫിലിം മേക്കറാണ്, അപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിക്കുക. അപ്പൊ ലിസ്റ്റിൻ ഒരു ബിസിനസ് മാൻ പ്രൊഡ്യൂസർ ആയിട്ടാണ് ചിന്തിക്കുക. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. അത് ഇതിനേക്കാൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അത് ഇപ്പൊ അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനും കൂടിയല്ലേ, അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ നേരത്തേക്ക് എന്റെ പൊന്നെ എങ്ങനെയായിരിക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഡിജോയ്ക്ക്? ഇല്ല, ആക്ച്വലി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ സമയം എന്താ ലൂസിഫർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബ്രോഡാഡി, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിലായിരുന്നു ബ്രോഡാഡിയുടെ, നമ്മുടെ ജനഗണനയിൽ നിന്ന് പോയിട്ടായിരുന്നു ബ്രോഡാഡിയുടെ ഷൂട്ടും പരിപാടി. അപ്പൊ ലിസ്റ്റിലുണ്ട് അവിടെ. അപ്പൊ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. രാജു വരുന്നു, രാജുവിന്റെ പോർഷൻസ് ഭയങ്കര പ്രൊഫഷണൽ ആണ്. വരുന്നു പരിപാടി, ഈവൻ ഞാൻ പറഞ്ഞ ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് വരെ പ്രൊഫഷണൽ ആയിരുന്നു. അത് പൊട്ടിത്തെറിച്ച് ഓക്കെ നടിച്ചു, ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ കലിപ്പനാണോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്റർവ്യൂലൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടനാണ്, ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്, ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇത്രയും ചൂടനാണ് തോന്നിയിട്ടാണോ കഴിഞ്ഞ? അതാണ് എന്റെ യുണീക്നെസ്, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെയാ, എത്ര ചൂടനാന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. നമുക്ക് കുറച്ച് ധാരണയൊക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഭയങ്കര ചില്ലായിരുന്നല്ലേ? അല്ല, പൊതുവെ നമ്മൾ പറയുക, അതായത് സംവിധായകരായ നടന്മാര് ഈ സംവിധാനത്തിലൊക്കെ കയറി ഇടപെട്ട് കളയും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാറുണ്ടോ? ഒന്നാമത് സംവിധാനം എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പണിയാണ്. ശരിയാ. അതിനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാത്രം ചെയ്യുക, നമ്മുടെ ക്യാരക്ടർ മാത്രം നോക്കുക, നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യുക. സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട. ഇപ്പൊ ഞാൻ ഓൾറെഡി 2 പടം സംവിധാനം ചെയ്തു, എനിക്ക് വട്ടുണ്ടോ വേറെ പടം കൂടെ അതിന്റെ തല വെക്കാൻ? ഇവരൊക്കെ ചേട്ടാ, ഞാനിവിടെ ഷോട്ട് അഭിനയിക്കും, ഞാൻ പോയി എന്റെ സ്ഥലത്തിരിക്കും, അടുത്ത ഷോട്ട് റെഡി ആകുമ്പോൾ ഡിജോ എന്താണ് ഷോട്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, അങ്ങനെയാണല്ലേ ഞാൻ ചെയ്യുന്നു. ഞാൻ ഈ സിനിമയിൽ അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ഡിജോ സംവിധാനം എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ രാവിലെ വരണം, താമസിച്ച് പോകാൻ പറ്റും. അഭിനയം എന്ന് പറയുമ്പോൾ താമസിച്ച് വരിക, നേരത്തെ പോവുക, ഇങ്ങനത്തെ ഒരു ചെറിയ ഡിഫറൻസും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനു മുമ്പൊക്കെ ലിസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ അങ്ങനെയല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു.